മിക്ക ട്രേഡേഴ്സും പറയാറുണ്ട് ട്രേഡിംഗ് അവരുടെ പേഴ്സണൽ ലൈഫിനെയും ക്യാരക്ടർ ഡെവലപ്മെന്റിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നുള്ളത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിനെയും ക്യാരക്ടർ ഡെവലപ്മെന്റിനെയൊക്കെ ട്രേഡിംഗ് പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടാണ് ഇമ്പാക്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ തന്നെ പല വീഡിയോസിലും പറയാറുണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇമോഷണലി വളരെ കൺട്രോൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ലെസ് ആയിട്ട് ഒരു റോബോട്ടിന്റെ പോലെ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഇതെന്തിനാ പറയണേന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ അധികം സന്തോഷിക്കാതിരിക്കാനും, അല്ലെങ്കിൽ ഒരു ലോസ് വരുമ്പോൾ അതിനെ കുറിച്ചോ കൂടുതൽ സങ്കടപ്പെടാണ്ട്, അല്ലെങ്കിൽ അതൊരു റിവെഞ്ച് ട്രേഡ് എടുക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇമോഷണൽ ലെസ് ആയിട്ട് മാറുമ്പോൾ അതൊരിക്കലും നമ്മുടെ ആ ട്രേഡിങ് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം നിൽക്കില്ല. നമ്മുടെ ബാക്കിയുള്ള ലൈഫിലെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു ഇമോഷണൽ കൺട്രോള്, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ ബാക്കിയുള്ള സ്ഥലത്തേക്കും സ്പ്രെഡ് ആവും. അപ്പോൾ ഈ ഒരു 5 കൊല്ലത്തെ എൻ്റെ ട്രേഡിങ് എക്സ്പീരിയൻസിൽ എൻ്റെ ബാക്കിയുള്ള പേഴ്സണൽ ലൈഫിക്ക് പോലും ഈ ഒരു ഇമോഷണൽ കൺട്രോൾ, അല്ലെങ്കിൽ ഈ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക എന്നുള്ള രീതി സ്പ്രെഡായി അല്ലെങ്കിൽ കടന്നു വന്നു. അപ്പോൾ സത്യത്തിൽ ഞാനിത് ആദ്യമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് വിചാരിച്ചത്. കാരണം നമുക്ക് അധികം ഇമോഷണലി നമ്മൾ വെറുതെ എക്സ്പ്രസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫീൽ ചെയ്യേണ്ട എന്നുള്ളതൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഡേഞ്ചർ ഞാൻ മനസ്സിലാക്കിയത് ഈ അടുത്തായിട്ട്. കാരണം ആ ഒരു ഇമോഷണൽ കൺട്രോള്, അല്ലെങ്കിൽ ഒരു ഇമോഷൻ വരുമ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് ഭയങ്കര എന്താ പറയാ, നമുക്ക് തന്നെ ഒരു സഫർ ചെയ്യണ ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ എൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ പോലും ഇല്ലാതായി പോയി. കാരണം ഒരാൾ നമ്മുടെ അടുത്തേക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട്, അയാൾക്ക് എന്തെങ്കിലും വിഷമമായിട്ട് അയാൾ നമ്മുടെ അടുത്ത് ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി വരുമ്പോൾ എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ സഫർ ചെയ്തു പോകും. എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ. ഒരു 5 കൊല്ലം മുമ്പ് ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്കൊരു ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് ഉണ്ടാവേണ്ട കുറച്ച് ഇമോഷൻസ് ഉണ്ട്. അത് സത്യത്തിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഫീൽ ചെയ്യാനൊക്കെ വളരെ കുറഞ്ഞു വരികയാണ്. ആ ഒരു വ്യാപ്തി എന്നുള്ള സംഭവമില്ല, ഇമോഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യലും ഫീൽ ചെയ്യലൊക്കെ അത് വളരെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് എൻ്റെ അടുത്തൊരാൾക്ക്, ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ അറിയണ ഒരാൾക്ക് ഒരു അസുഖം വന്നു അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താ, നമ്മളൊന്ന് സിമ്പത്തൈസ് ചെയ്യും, അല്ലെങ്കിൽ പാവം എന്തെങ്കിലുമൊക്കെ ഭേദാവും, അല്ലെങ്കിൽ എന്നിട്ട് എന്താ ഉണ്ടായി അങ്ങനെയൊക്കെ നമ്മളൊന്ന് ചോദിക്കും, നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ അത്യാവശ്യം അറിയണ ഒരാൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പോ വരാനുള്ള സംഭവമായിരിക്കും, അപ്പൊ വന്നു, അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ വിടുള്ളൂ. എനിക്ക് അവിടെ ഒരു ഇമോഷനോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. നമ്മളതെല്ലാം ലോജിക്കലി എടുക്കുകയാണ്. കാരണം നമ്മൾ ട്രേഡിങ്ങിൽ ഈ പറഞ്ഞ സംഭവമല്ലേ, നമ്മള് ലോജിക്കലി എല്ലാം വർക്ക് ചെയ്യണു. നമ്മുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ടാണ് പ്രോഫിറ്റും ലോസും. നമ്മൾ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ നമ്മൾ അത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഫോക്കസ് ബാക്കിയുള്ളവർക്കും പോവാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഈ ഒരു ഇമോഷണലി ഉള്ള പ്രശ്നം എനിക്ക് സത്യത്തിൽ ട്രേഡിങ്ങിൽ നിന്ന് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിന് മുമ്പ് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ട്രേഡിങ്ങിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പൊ പോസിറ്റീവായുള്ള കാര്യം ഉണ്ട് കേട്ടോ ട്രേഡിങ്ങിൽ നിന്ന് കിട്ടിയത്. കാരണം ഇപ്പൊ ഡിസിപ്ലിൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു 5 കൊല്ലം മുമ്പ് അത്രയ്ക്കും ഡിസിപ്ലിനോ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ രാവിലെ എനിക്ക് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ നേരത്തെ എണീക്കുക എന്നൊക്കെ നമ്മൾ വിചാരിച്ച ഒരു 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞ് അവിടെ നിൽക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉണ്ടാവില്ല, പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളൊരു കാര്യം തുടങ്ങി ഇടയിൽ 1-2 ദിവസം നിന്നാൽ പോലും വീണ്ടും നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും ട്രേഡിങ്ങിൽ നമ്മൾ പാലിച്ചപ്പോൾ അത് ബാക്കിയുള്ള കാര്യത്തേക്കും പതുക്കെ സ്പ്രെഡ് ആവും. അപ്പൊ അങ്ങനെ തന്നെയാണ് പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മൾ എന്ത് സംഭവം നമ്മുടെ ലൈഫിൽ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെയ്തു പോവുകയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുകയോ ചെയ്താൽ അതെല്ലാ ആസ്പെക്റ്റിലും ഈ പറഞ്ഞ പോലെ വ്യാപിക്കും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇമോഷണലി ഉള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ ട്രേഡിങ്ങിൽ മാത്രമായിട്ട് നിർത്തുക. അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും അത് റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ തന്നെ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ ട്രേഡിങ്ങിൽ നിന്ന് അവർക്ക് കിട്ടിയത്. നെഗറ്റീവായിട്ടുള്ള സംഭവം അവർക്ക് കിട്ടാനിട്ടാണോ, അല്ലെ അവർ റിയലൈസ് ചെയ്യാത്തതാണോ, ഈ റിയലൈസ് ചെയ്തിട്ട് പുറത്ത് പറയാത്തതാണോ എന്താണെന്നുള്ള എനിക്ക് സത്യമായിട്ട് അറിയില്ല. അപ്പൊ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടായി, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ തന്നെ പല വീഡിയോസിൽ നിങ്ങൾ ഇമോഷണലി കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്
അത് ബാക്കിയുള്ളവർക്ക് ഒരു പ്രശ്നം ആവാതിരിക്കാനാണ്. എനിക്കതൊരു പ്രശ്നമായി എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളവർക്കും കൂടിയും ഇത് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ അത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ സൂക്ഷിക്കുക. നമ്മൾ ട്രേഡിങ്ങിൽ മാത്രം ഇമോഷൻ കൺട്രോൾ ചെയ്ത് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിനെ വിടുക. 2 ക്യാരക്ടറായിട്ട് നിന്നാൽ മാത്രമാണ് നമുക്കിവിടെ എന്താ പറയുക സർവൈവ് ചെയ്യാൻ, ട്രേഡിങ്ങിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ ലൈഫ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഒരു കെയോസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നമുക്ക് പല ബന്ധങ്ങളും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഈ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ നമുക്കതൊരു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്കറിയണ ആൾക്കാരുടെ അടുത്തൊക്കെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു. എന്താണ് നമുക്ക് ഇതിന് റെമഡി എന്ന് അറിയണ്ടേ. അതുപോലെ നെറ്റിലും കാര്യങ്ങളിലൊക്കെ നോക്കി. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എന്താണ് ഇതിന്ന് പുറത്തു വരാനുള്ള വഴി എന്ന് അറിയാൻ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ എന്നെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ DM അല്ലെങ്കിൽ യൂട്യൂബിൽ എങ്ങാനും കമൻറ്റ് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് അനുഭവിച്ചിട്ട് ഇനി റിക്കവർ ചെയ്ത് വന്ന ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. ട്രേഡിങ്ങിലല്ല ബാക്കിയുള്ള വിഷയങ്ങളിലും ഇങ്ങനെ ഇമോഷൻ കൺട്രോൾ ചെയ്ത് ലൈഫ് പ്രശ്നങ്ങളായ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമുക്കറിയില്ല എങ്ങനെയാണ് ആൾക്കാരുടെ ജീവിതം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഓർമ്മിക്കുക. ട്രേഡ് ചെയ്യണവർ പ്രത്യേകിച്ച് നമ്മൾ ഇമോഷൻസും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ട്രേഡിങ്ങിൽ മാത്രമായിരിക്കണം. അത് ലൈഫിലേക്ക് വന്നാൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ ബാക്കി ഏതൊരു സാധാ ലവ് കാര്യങ്ങളല്ലാട്ടോ ഞാൻ പറയണത്. ഏതൊരു സാധാരണ ഫ്രണ്ട്ഷിപ്പ് ആയാലും നമ്മളൊരു സാധാ റിലേഷൻ ആയാലും അതിൽ ഇമോഷൻസിനും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ആദ്യം അതൊന്നും റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതൊക്കെ റിയലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സോ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അവർക്കും ഇതൊരു ഉപകാരപ്പെടും, അല്ലെങ്കിൽ അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ കൂടുതൽ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് വീഡിയോസ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എനിക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണക്ട് ചെയ്യുക. ഇൻസ്റ്റയിലോ കമൻറ്റ് സെക്ഷനിലെങ്ങാനും. എനിക്കതൊരു വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.